നമസ്കാരം. അദൃശ്യവേദയുടെ ആവേശകരമായ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രഹസ്യം തേടിയുള്ള യാത്രയിൽ ആർഷനെ കാത്തിരിക്കുന്നത് അപകടകരമായ ശത്രുക്കളാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും? നമുക്ക് നോക്കാം. ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്നും ആയുധധാരികളായ ആ സംഘത്തെ തോൽപ്പിച്ച് ആർഷനും സിറോയും പുറത്തേക്ക് കടന്നു. കാട്ടിലൂടെ കിതച്ചുകൊണ്ടോടുമ്പോൾ ആർഷന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയായിരുന്നു. സിറോയുടെ പടച്ചട്ടയ്ക്കുള്ളിലായതുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഓട്ടം അവനത്ര പ്രയാസമായിരുന്നില്ല. എങ്കിലും തന്റെ പിന്നിൽ പതിഞ്ഞ ആ ട്രാക്കർ ചിപ്പിനെക്കുറിച്ച് അവർ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. കുറച്ചു ദൂരം ഓടിയ ശേഷം ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ അവർ നിന്നു. സിറോ പതുക്കെ പടച്ചട്ടയുടെ രൂപം മാറി ആർഷന്റെ അരികിൽ തന്റെ പഴയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആർഷൻ കിതച്ചുകൊണ്ട് ചോദിച്ചു, സിറോ, നമ്മൾ രക്ഷപ്പെട്ടോ? അവർ നമ്മളെ പിന്തുടരുന്നുണ്ടാകുമോ? സിറോ തന്റെ കണ്ണുകളിലെ ചുവന്ന ലൈറ്റ് തെളിയിച്ച് ചുറ്റും സ്കാൻ ചെയ്തു. നിലവിൽ ആരും നമ്മുടെ 500 മീറ്റർ ചുറ്റളവിൽ ഇല്ല ആർഷൻ. പക്ഷെ ആ സംഘത്തലവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? 10 വർഷമായി അയാൾ ഈ പുസ്തകത്തിന് പിന്നാലെയാണ്. അയാൾ അത്ര പെട്ടെന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർഷൻ തന്റെ കയ്യിലിരുന്ന ആ പുരാതന ഗ്രന്ഥം മെല്ലെ തുറന്നു. വെള്ളി വെളിച്ചം പുറപ്പെടുവിക്കുന്ന ആ താളുകൾക്കിടയിൽ വിചിത്രമായ രേഖാചിത്രങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഭൂമിയുടെ ആഴത്തിലുള്ള പാളികളെക്കുറിച്ചും മറ്റൊന്ന് മനുഷ്യ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെക്കുറിച്ചുമുള്ളതായിരുന്നു. ആർഷൻ അത്ഭുതത്തോടെ പറഞ്ഞു, സിറോ, നോക്കൂ, പൃഥ്വിതത്വം. ഇത് വെറുമൊരു മന്ത്രവാദം മാത്രമല്ല, ഇതൊരു പുരാതനമായ സയൻസാണ്. പ്രകൃതിയിലെ ഊർജ്ജത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവാണിത്. ആ ക്ഷേത്രം നിർമ്മിച്ച രാജകുമാരൻ ഒരു യോദ്ധാവ് മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. സിറോ പെട്ടെന്ന് തന്നെ ആ പുസ്തകം വാങ്ങി അവന്റെ സ്കാനർ ഉപയോഗിച്ച് ആ പുസ്തകം മുഴുവനും സ്കാൻ ചെയ്യുന്നു. പെട്ടെന്ന് സിറോയുടെ മെമ്മറിയിൽ ആ പുസ്തകത്തിലെ ലിപികൾ തെളിഞ്ഞു വന്നു. സിറോ പറഞ്ഞു, ആർഷൻ ഇതിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് കായ-കൽപ്പം എന്ന പ്രക്രിയയെക്കുറിച്ചാണ്. ഒരു വസ്തുവിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള ഊർജം എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. എന്നിൽ സംഭവിച്ച മാറ്റങ്ങൾക്ക് ഈ പുസ്തകവുമായി എന്തോ വലിയ ബന്ധമുണ്ട്. അതേസമയം ക്ഷേത്രത്തിന് സമീപം ആ നിഗൂഢ മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു. അയാൾ തന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഉപകരണമെടുത്തു. അത് ഓണാക്കി അതിൽ നിന്നും ഒരു ചെറിയ ഹോളോഗ്രാം സ്ക്രീൻ അയാളുടെ മുന്നിൽ തെളിഞ്ഞു. അതിലൊരു ചുവന്ന ലൈറ്റ് മിന്നിക്കൊണ്ടിരുന്നു. അയാൾ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഓടിക്കോ, ഓടിക്കോ. നിനക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടാം. പക്ഷേ നിന്റെ ശരീരത്തിൽ ഞാൻ പതിപ്പിച്ച ചിപ്പ് നിന്നെ എന്റെ അടുത്തേക്ക് എത്തിക്കും. നിനക്കിവിടെ നിന്നും എന്താണ് കിട്ടിയത് എന്ന് എനിക്കറിയണം. കഴിഞ്ഞ 10 വർഷമായി ഞാനതിവിടെ തിരയുകയാണ്. ഇവിടുത്തെ പൂജാരിയായ എന്റെ മുത്തച്ഛൻ ഇത്രയും കാലം തിരഞ്ഞിട്ടും കിട്ടാത്തത് ഈ റോബോ എങ്ങനെ കണ്ടെത്തി? അതിനെ അയച്ചത് ആരായിരിക്കും? അത് ആരായാലും എനിക്കൊന്നുമില്ല. അത് എന്താണെന്നറിയാനും അത് കൈക്കലാക്കാനും ഞാൻ 10 വർഷം കാത്തിരുന്നു. ഇനിയൊരു 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. അയാൾ തന്റെ കയ്യിലുള്ള ലേസർ ഗൺ ലോഡ് ചെയ്തു. അയാളുടെ കൂടെയുള്ള 3 പേരും മുറിവുകൾ വെച്ചുകെട്ടി പോരാട്ടത്തിന് തയ്യാറായി നിന്നു. അവരെല്ലാം കറുത്ത നിറത്തിലുള്ള വാനിലേക്ക് കയറി ആർഷനെ ലക്ഷ്യമാക്കി നീങ്ങി. ആർഷനോട് സംസാരിച്ചുകൊണ്ട് നിന്ന സിറോ പെട്ടെന്ന് നിശ്ചലനായി. അവന്റെ സിസ്റ്റത്തിൽ വലിയൊരു അപായ സൂചന മുഴങ്ങി. ആർഷൻ, എന്റെ സർക്യൂട്ടിൽ എവിടെയോ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ തോന്നുന്നു. ആരോ എന്റെ പൊസിഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ബാക്ക് പാനലിൽ എന്തോ ഒന്ന് തറച്ചിരിക്കുന്നു. ആർഷൻ പരിഭ്രമത്തോടെ സിറോയുടെ പിന്നിലേക്ക് നോക്കി. അവിടെ തിളങ്ങുന്ന ഒരു ചെറിയ ചിപ്പ് സിറോയുടെ മെറ്റൽ ബോഡിയിൽ തുളഞ്ഞു കയറിയിരിക്കുന്നു. സിറോ, ഇത് ഒരു ട്രാക്കർ ചിപ്പാണ്. നമ്മൾ എവിടെയാണെന്ന് അവർക്കിപ്പോൾ കൃത്യമായി അറിയാം. നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ദൂരെ നിന്നും വാനുകളുടെ ടയറുകൾ, മണ്ണിലുരയുന്ന ശബ്ദവും ലൈറ്റുകളുടെ വെളിച്ചവും അവർ കണ്ടു. ശത്രുക്കൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല. ആർഷൻ ദേഷ്യത്തോടെ പൃഥ്വിതത്വം തന്റെ ബാഗിൽ വെച്ചു. അവൻ സിറോയുടെ കണ്ണുകളിലേക്ക് നോക്കി. സിറോ, ഇനിയും ഓടിയിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് ഈ പുസ്തകമാണ്. അത് അവർക്ക് കിട്ടിയാൽ ഈ ലോകത്തിന് തന്നെ അപകടമാണ്. നമ്മൾ ഇതിവിടെ വെച്ച് തീർക്കണം. സിറോയുടെ കൈകൾ പതുക്കെ വാളുകളുടെ രൂപത്തിലേക്ക് മാറി. അവന്റെ നീലപ്രഭാവലയം കൂടുതൽ ശക്തമായി. ശരി ആർഷൻ, നീ എന്റെ പടച്ചട്ടയ്ക്കുള്ളിൽ കയറൂ. ഇന്നവർ കാണാൻ പോകുന്നത് ശാസ്ത്രവും മിത്തും ചേർന്ന ഒരു പുതിയ പോരാളിയെയാണ്. പെട്ടെന്ന് തന്നെ സിറോ ആർഷന്റെ ശരീരത്തിൽ ഒരു പടച്ചട്ടയായി മാറുന്നു. ശത്രുക്കളുടെ വാൻ അവർക്ക് മുന്നിൽ വന്നു നിന്നു. തോക്കുകളുമായി അവർ പുറത്തേക്കിറങ്ങി. ആ നിഗൂഢ മനുഷ്യൻ കോട്ടൂരി മാറ്റി ആർഷന് നേരെ നടന്നു വന്നു. അയാൾ പറഞ്ഞു, നീ ആരാണ്? ആ ക്ഷേത്രത്തിൽ നിന്നും എന്താണ് നിനക്ക് കിട്ടിയത്? അത് എനിക്ക് തരൂ. നിന്റെ ജീവൻ ഞാൻ തരാം. നിന്നെ ആരാണ് അയച്ചത്? ആർഷൻ സിറോയുടെ പടച്ചട്ടയ്ക്കുള്ളിൽ നിന്നും ഗർജിച്ചു. നിനക്ക് ഈ പുസ്തകം വേണമെങ്കിൽ ആദ്യം നീ എന്നെ മറികടക്കണം. ആർഷന്റെയും സിറോയുടെയും രഹസ്യം തേടിയുള്ള യാത്ര
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ അദൃശ്യവേദ എപ്പിസോഡുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.